എന്റെ പ്രിയപ്പെട്ട അൽക്കുലത്ത് ചാണകങ്ങളെ, കർമ്മ ന്യൂസിൽ ഒരു സേച്ചി നമ്മൾ ചാണകങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കേണ്ടതാണ്, എല്ലാവരും വരി. ലോകത്തിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ 2 ട്രില്യൺ ആയെന്ന പ്യൂ റിസർച്ച് സെന്ററിന്റെ ഗവേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനിപ്പോ നമ്മൾ ചാണക സംഖ്യകൾ എന്താ ചെയ്യേണ്ടത് സഹോദരി, എന്താ ചെയ്യേണ്ടത് പറയൂ. നമ്മൾ ചാണക സംഖ്യകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുത്തിയിരിക്കാൻ വിട്ടു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ ജനസംഖ്യയിൽ വളർച്ചയുണ്ടാവും? നമ്മൾ സംഖ്യകൾ എങ്ങനെ വളരും? നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ കുത്തിക്കൊണ്ടിരിക്കേണ്ടത് സോഷ്യൽ മീഡിയയിലല്ല ചേച്ചിയെ, സോഷ്യൽ മീഡിയയിലല്ല. അത് മനസ്സിലാക്കണം കേട്ടോ നിങ്ങൾ. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന പല റിപ്പോർട്ടുകളിലും വർദ്ധിച്ചു വരുന്ന മുസ്ലിം ജനസംഖ്യയെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ചാണകങ്ങൾ ഒരു കാര്യം ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ വരുന്ന മുസ്ലിങ്ങൾക്കെല്ലാം നമ്മൾ ഓരോ പാക്കറ്റ് കോണ്ടം കൊടുക്കും. ഓരോ പാക്കറ്റ് കോണ്ടം കൊടുത്തെങ്കിൽ പിന്നെ മുസ്ലിങ്ങളെ വളർച്ച ഉണ്ടാവില്ല. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ചാണകങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പരിപാടി അതാണ് ചേച്ചി അത് മനസ്സിലാക്കി. ചേച്ചി നമ്മൾ ചാണക സംഖ്യകൾ ഇങ്ങനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് കർമ്മ ന്യൂസിൽ ജോലി ചെയ്യുന്നത്. കർമ്മ ന്യൂസ് നമ്മൾ ചാണകങ്ങളുടെ മാത്രം കർമ്മയാണ്, ചാണകങ്ങളുടെ മാത്രം കർമ്മ. അതിൽ ചേച്ചി വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ചാണകങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യണം കേട്ടോ. അത് ചേച്ചി മനസ്സിലാക്കണം. മുസ്ലിങ്ങളുടെ ജനസംഖ്യ 34.7 കോടി വർദ്ധിച്ചതായാണ് വ്യക്തമാക്കുന്നത്. ചേച്ചി അതിൽ പൊടിക്കണ്ട. നമ്മൾ ചാണകങ്ങളുടെ തലയിലെ ചാണകത്തിന് 100% വളർച്ചയാണ്. 37 കോടി ആവർക്കെങ്കിൽ നമുക്ക് 100 കോടി വളർച്ചയുണ്ട് ചാണകങ്ങൾക്ക്. അത് ചേച്ചി മനസ്സിലാക്കി കേട്ടാ. നമ്മുടെ ചാണകങ്ങളുടെ തലയിൽ എത്ര കോടിക്കണക്കിന് കിൻഡൽ ചാണകം വളരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ചേച്ചി ഈ വീഡിയോയിൽ പറയണം കേട്ടാ. അതും കൂടി ചേച്ചി ഇവിടെ പറയേണ്ടതാണ്. ഇതിനു പുറമെ ലോക ജനസംഖ്യയിൽ മുസ്ലിങ്ങളുടെ പങ്ക് 1.8% വർദ്ധിച്ച് 25.6%. പ്യൂ റിസർച്ച് സെന്ററിൽ നിന്നുള്ള പുതിയ പഠനമനുസരിച്ച് 2020 വരെയുള്ള ദശകത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം മറ്റേതൊരു പ്രധാന മതവിഭാഗത്തെക്കാളും വേഗത്തിൽ വളർന്നു. ക്രിസ്ത്യാനികൾക്ക് ശേഷം ലോകത്തിലെ 2ാമത്തെ വലിയ മതവിഭാഗം മുസ്ലിങ്ങളാണ്. ചേച്ചീനെ നമ്മൾ റിസർച്ച് സെന്റർ നോക്കിയിരിക്കുക, സോഷ്യൽ മീഡിയ നോക്കിയിരിക്കുക. അപ്പൊ നമ്മൾ ചാണകങ്ങൾ വളരുമല്ലേട്ടാ. ചേച്ചി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഉണ്ടല്ല, ഉത്തരേന്ത്യയിൽ ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളും വളർച്ച നിർത്താൻ നോക്കാം, പരമാവധി നോക്കാം. അതിന് നമ്മളെല്ലാ പരിപാടി നോക്കുന്നുണ്ട്. എല്ലാണ്ട് നമ്മൾ സംഖ്യകൾ വളരണം എന്ന് വെച്ചെങ്കിൽ നടക്കൂല ചേച്ചി. ഹിന്ദുക്കൾ വളരും. ഹിന്ദുക്കളും പ്രത്യുത്പാദന ശേഷിയുണ്ട്, മുസ്ലിങ്ങൾക്കും പ്രത്യുത്പാദന ശേഷിയുണ്ട്, ക്രിസ്ത്യാനികൾക്കും പ്രത്യുത്പാദന ശേഷിയുണ്ട്. അവൻ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ സംഖ്യകൾ എന്തിനു വേണ്ടി കഷ്ടപ്പെടുന്നു? ഈ സോഷ്യൽ മീഡിയയിൽ കുത്തി ഇരുന്നിട്ട് വർഗീയത ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നു. വർഗീയത ഉണ്ടാക്കിക്കൊണ്ട് പ്രത്യുത്പാദനം ഉണ്ടാവും ചേച്ചി? എവിടെ ഉണ്ടാവും? ഇപ്പൊ നമ്മളെ തലയിലും ചാണകം, നമ്മളെ നെഞ്ചിലും ചാണകം. ഇപ്പൊ നമ്മൾ പ്രത്യുത്പാദനം ഉണ്ടാക്കേണ്ട അതിന്റെ അകത്തും വരെ ചാണകം നിറഞ്ഞോ എന്ന് എനിക്ക് സംശയം. ആ അവസ്ഥയിൽ നമ്മൾ സംഖ്യകളെ കൊണ്ടുപോയി വെച്ചേട്ടാ. കാര്യമായിട്ട് അതിലും ചാണകം നിറഞ്ഞിട്ടുള്ളേ. ചേച്ചി ആ കാര്യം മനസ്സിലാക്കണം കേട്ടോ. ഇതേ പോക്കാണെങ്കിൽ ഇനി മൂത്രം ഒഴിക്കും വരെ ചാണകം പോവാ. അപ്പൊ ചേച്ചി ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. നമ്മൾ സംഖ്യകൾ എത്രമാത്രം സോഷ്യൽ മീഡിയയിൽ കുത്തിയിരുന്നിട്ട് ഇങ്ങനെ പ്രത്യുത്പാദനം നടത്താൻ വേണ്ടി നോക്കുന്നുണ്ടെന്നറിയാം. ബാക്കിയുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിലും ബുദ്ധിപരമായിട്ട് പ്രത്യുത്പാദനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചാണകങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുത്തിയിരുന്നിട്ട് വർഗീയതയുടെ പ്രത്യുത്പാദനം നടത്തുന്നു. വർഗീയതയുടെ പ്രത്യുത്പാദനം. അതേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ ചേച്ചിയെ, പായി മടക്കിക്കോളി കിടന്നോളീന്ന്. ഇതാ പിന്നെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സുലാൻ.